ഉടമ്പടി സ്പീഡാക്കുന്നതിന് അതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്, ഉടമ്പടി സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സ്പീഡാണ്. ഉടമ്പടി ഉടനടി പരിഹാരം എന്നല്ല പറയണത്. ഉടമ്പടിയുടെ സ്മാർട്ട്നെസ് എന്താ? അതിൻ്റെ സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ. ആ സ്പീഡെന്ന് പറയുന്നത് എങ്ങനെയാണ് സ്പീഡ് വർദ്ധിക്കുന്നത്? ടൈം ഷോർട്ടനിങ് ഉണ്ടാവും. ഈ ടൈം ഷോർട്ടനിങ്ങാണ് ഇതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഈ ടൈം ഷോർട്ടനിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ നമ്മൾ ചെയ്യുന്ന വിഷയത്തിൽ വ്യക്തിപരമായ ഈ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ, കാര്യം സൽപ്രവൃത്തികൾ എപ്പോഴും ദൈവം അത്ര എല്ലാ സൽപ്രവൃത്തികളെയും ദൈവം അംഗീകരിക്കണില്ല. അതാണ് ഒരു വിഷയം. അങ്ങനെ വാക്കുണ്ടല്ലോ, നിങ്ങളുടെ പ്രവൃത്തികൾ ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം പോലെയാണ്. എനിക്ക് കണ്ട പോക്ക് കണ്ട ആ വചനത്തിനൊക്കെ പോക്ക് കണ്ട. സൽപ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതാണ് നിങ്ങളുടെ പ്രവൃത്തികൾ. ഈ പ്രവൃത്തികൾ തന്നെ രണ്ട് തരമുണ്ട്. നമ്മൾ പലരും ചെയ്യുന്നത് സൽപ്രവൃത്തികളാണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ സൽപ്രവൃത്തിയൊന്നും പറഞ്ഞ സാധനം ഇല്ലെന്നുള്ളതാണ് സത്യം. എന്താ കാര്യം? ഈ സൽപ്രവൃത്തികളിലെല്ലാം ഒരു സ്വയാംശം, വ്യക്തിയംശങ്ങളുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പം അത് മലിനമായി പോവുകയും ചെയ്യും, കളങ്കമായി പോവുകയും ചെയ്യും. ഏശയ്യാ 64:6. ഏശയ്യാ 64:6 ഒന്ന് ശ്രദ്ധിച്ച വാക്ക്. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. മുത്തടനച്ഛൻ്റെ ബൈബിളല്ലേ ഇതിനേക്കാൾ തീഷ്ണമായിട്ടാണ് കിടക്കുന്നത്. ഇത് POC ബൈബിളാണ്. ഒന്ന് വായിച്ചേ, POC ബൈബിൾ വായിച്ചേ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എന്നിട്ട് ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. അതിന്റെ റൂട്ടിൽ കിടക്കുന്നത് ഋതുവായ സ്ത്രീയുടെ മലിനവസ്ത്രം പോലെ. അപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം എല്ലാം മനസ്സിലാവും. ഒരു സൽപ്രവൃത്തിയെ ദൈവം വിളിക്കുന്നത് ഋതുവായ സ്ത്രീയുടെ മലിനവസ്ത്രം എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അകത്ത് മുഴുവനും വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്. ഈ സൽപ്രവൃത്തികളെല്ലാം ഏതെങ്കിലും ഒരു സൽപ്രവൃത്തികളിൽ വ്യക്തി താല്പര്യം വന്നാൽ അത് മലിനവസ്ത്രം പോലെയാവും. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങളുടെ സൽപ്രവൃത്തികളിൽ നിങ്ങളുടെ IELTS, ഇപ്പോൾ IELTS ഇല്ലല്ലോ, നിങ്ങളുടെ B2ഉം B1ഉം അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തു വിൽപ്പനയും നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ തിടുക്കം കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്തു കൂട്ടും. പക്ഷെ ദൈവം ഇത് കൗണ്ട് ചെയ്യണത് മലിന വസ്ത്രം പോലെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ത്രെട്ടെന്ന് പറയണം, ഉടമ്പടിയുടെ ത്രെഡ്. കാര്യം ഇത് നമ്മൾ ഈ സത്യത്തെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ സൽപ്രവൃത്തികൾ ചെയ്തും ഉടമ്പടി പുതുക്കിയും പോകും. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്ത് കൂട്ടിയ സൽപ്രവൃത്തികളെല്ലാം ദൈവം എടുക്കുന്നത് സോയിൽഡ് ക്ലോത്ത് പോലെയാണ്, അലക്കി വെളുപ്പിക്കേണ്ട ക്ലോത്ത് പോലെയാണ്. അത് ദൈവം ബൈബിൾ മുഴുവനും ഫോളോ ചെയ്യുന്ന ഒരു തീമാണ് അലക്കി വെളുപ്പിക്കുക എന്ന് പറയുന്നത്. മാലിന്യത്തെ ദൈവം പ്രീസപ്പോസ് ചെയ്യും. മനുഷ്യനുമായി ഇടപെട്ടുന്ന എല്ലാ വിഷയങ്ങളെയും, ഈവൻ സൽപ്രവർത്തികളെപ്പോലും ദൈവം മാലിന്യത്തിൻ്റെ ടേബിളിലൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി മനുഷ്യൻ്റെ ഓപ്ഷൻസ് എന്താ ഉള്ളത്? മനുഷ്യന് ഇത് അലക്കി വെളുപ്പിക്കണം. എങ്ങനെ വെളുപ്പിക്കൂ? അത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിക്കണം, അല്ല വേറെ ഇവിടുത്തെ അലക്കി വെളുപ്പിക്കാൻ പറ്റത്തില്ല. Take the word of God. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം.
പാടുക. ആരാധന. വെളിപ്പാട് 7:14 വായിച്ചോളൂ. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. ഇതാണ് വിഷയം. അതായത് ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കണം. നേരത്തെ വായിച്ചതിന് ഐസയ്യ എത്രയാണ്? ഐസയ്യ 64:6. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ, ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. അപ്പൊ ഈ രക്ഷ കിട്ടാൻ എന്താ മാർഗം എന്നാണ്. ഇപ്പൊ നമ്മുടെ സൽപ്രവർത്തികളിൽ വ്യക്തിപരമായ ഇൻറ്റൻഷൻസ് കയറി അത് കളങ്കിതമായി പോയെന്ന് വിചാരിച്ചോ? പറഞ്ഞ മനസ്സിലായി. നമ്മുടെ സൽപ്രവർത്തികളിൽ പോലും വ്യക്തിപരമായ ഇൻറ്റൻഷൻസ് കയറി. കാര്യം നമ്മൾ ഒരു പങ്കുവെപ്പ് നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ വസ്തു വിറ്റ് കിട്ടുക, ജപ്തി നടപടി ഒഴിവാക്കുക എന്നുള്ള പേഴ്സണൽ ഇൻറ്റൻഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ പേഴ്സണൽ ഇൻറ്റൻഷൻ്റെ വരുമ്പോൾ, വ്യക്തിപരമായ ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടാമിനേറ്റഡായി പോവുകയാണ്, കളങ്കിതമായി പോവുകയും. അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയ ഏണിംഗ് ഒന്നും ഉണ്ടാക്കത്തില്ല ദൈവതിരുസന്നിധിയിൽ. കളങ്കിതമായ ഒരു സൽപ്രവർത്തികൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പിന്നെ ഈ കളങ്കം എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് പിന്നീട് ബൈബിളിൽ ചിന്തിക്കുന്നത്. അതെങ്ങനെയാണ് വരണത്? ഇൻ കേസ് ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? കാര്യം എന്താ, ഞങ്ങളുടെ സൽപ്രവർത്തികളിൽ പോലും വ്യക്തിപരമായ താല്പര്യങ്ങളാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് കളങ്കിതമായി പോയി. ഇനി ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? രക്ഷ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് അവിടെ ഉത്തരമില്ലെങ്കിലും ബൈബിൾ എഴുതി തീരണതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഉത്തരം നൽകുന്നുണ്ട്. എന്താണ്? രക്ഷ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? വായിച്ചേ. വെളിപാട് 7:14. 7:14. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്കറിയാമല്ലോ. നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. മനസ്സിലായില്ല? അപ്പൊ മലിന വസ്ത്രത്തെ കഴുകി വെളുപ്പിക്കുന്നതിന് ഒരു ഡിറ്റർജൻറ്റേ ഉള്ളൂ. എന്താണത്? കുഞ്ഞാടിൻ്റെ രക്തമാണ്. മനസ്സിലായില്ലേ? അതിന് കുഞ്ഞാൻ്റെ രക്തം നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഞെരുക്കങ്ങളിൽ നിന്നാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടാർഗറ്റ് ചെയ്യേണ്ടത്, ഉടമ്പടിയിലെ ഗ്രോത്തിൽ ടാർഗറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഞെരുക്കങ്ങളാണ്. ആദ്യമായി ഈശോപ്പയ്ക്കും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ നന്ദി പറഞ്ഞു. എൻ്റെ പേര് ജെയ്മോ എന്നാണ്. ഡോൺ ബോസ്കോ നോർത്ത് പറവൂരാണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരാൻ കാരണം കൃപാസന പത്രം മൂലമാണ്. എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു, ഹൈ പ്രഷറായിരുന്നു എൻ്റെ രോഗം. അത് എന്തിൻ്റെ മൂലമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ ഞാൻ പോയി ടെസ്റ്റിനായിട്ട്. അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ എനിക്ക് കിഡ്നിയിൽ ഒരു അഡ്രിയാൻ ഗ്രന്ഥിയിൽ ചെറിയ മുഴകളുണ്ടായിരുന്നു. അതിൻ്റെ അഭാവത്തിലാണ് എനിക്ക് ഹൈ പ്രഷറായിരുന്നു. അപ്പോൾ
ഞാൻ അവിടെ നിന്ന് കൂട്ടുകാരനോട് റിസൾട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു ഫോണിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴത്തേക്ക് നോക്കിയപ്പോൾ ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോ അവിടെ താഴ്ത്തുന്നുണ്ടായിരുന്നു. അവിടെ ഒരു നേഴ്സ് വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഗ്രോട്ടോയിലേക്ക് നോക്കിയപ്പോൾ മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, നീ എൻ്റെ അടുത്തേക്ക് വാ, നിൻ്റെ രോഗം ഞാൻ മാറ്റിത്തരാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. ആ സ്പോട്ടിൽ ഞാൻ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി. നേരെ ഞാൻ പേഷ്യൻ്റാണ്, എനിക്ക് താഴത്ത് ഇറങ്ങാൻ പാടില്ല, റൂം വിട്ടെങ്ങും പോകാൻ പാടില്ല. എന്നിരുന്നാലും എനിക്ക് എവിടെ നിന്ന് ധൈര്യം വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നേരെ താഴത്തേക്ക് ഇറങ്ങി പേഷ്യൻ്റെ ടാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ടാഗ് ഞാൻ മുറിക്കാൻ നോക്കി, എടുത്ത് പറിക്കാൻ നോക്കി. അതുണ്ടെങ്കിൽ എനിക്ക് താഴത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത് കാരണം മാറ്റാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ എൻ്റെ കൈ പോക്കലിലിട്ടുണ്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി നേരെ ഗ്രോട്ടോൻ്റെ അടുത്തേക്ക് ചെന്നു, മാതാവിൻ്റെ അടുത്തേക്ക് വന്നു. മാതാവിൻ്റെ അടുത്ത സൈഡിൽ നിന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. മാതാവ് ഇന്ന പോലെയാണ് റിസൾട്ടിൽ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വലത്തെ സൈഡിലേക്ക് വരാൻ പറഞ്ഞു മാതാവ്. അങ്ങനെ വലത്തെ സൈഡിലേക്ക് ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ കൃപാസനത്തിൻ്റെ ഒരു കെട്ട് പത്രം അവിടെ ഉണ്ടായിരുന്നു ആ മാതാവിൻ്റെ അടുത്ത്. ഞാൻ അതിൽ നിന്ന് ഒരു പത്രം എടുത്തുകൊണ്ട്, അന്ന് ആദ്യമായിട്ടാണ് ആ കൃപാസനം എന്ന് പത്രം ഞാൻ കാണുന്നതും അത് വായിക്കുന്നതും. ആ പത്രം ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി. റൂമിൽ വെച്ച് അത് മുഴുവനും ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വരുന്നതും. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 11/5/2024 അന്ന് തുടങ്ങി മാതാവ് എൻ്റെ ഒപ്പം ഉണ്ട്. മാതാവ് എൻ്റെ ചെറിയ ഇതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സാക്ഷ്യമായിട്ട് ഇവർ രണ്ട് തമ്മിൽ 9 വർഷത്തെ ഗ്യാപ്പുണ്ട്. വളരെ ലേറ്റായിട്ടാണ് രണ്ടാമത്തെ കുഞ്ഞായത്. അത് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് കടങ്ങളെല്ലാം മാറിക്കഴിഞ്ഞ ശേഷമാണ് മാതാവ് രണ്ടാമത്തെ കുഞ്ഞിന് തന്നത്. മാതാവ് കുഞ്ഞിന് തന്നോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ കാറിനായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഫേസ്ബുക്കിലൂടെ എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അനിയനും ഫേസ്ബുക്കിലൂടെ അന്വേഷണം നടത്തിയപ്പോൾ കോട്ടയം ഈരാറ്റുപേട്ടയിൽ ഒരു കാറ് കണ്ടു. ആ കാറ് രണ്ടുപേരും കണ്ടത് ഒരേ കാറ് തന്നെയാണ്. അത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള കാറായിരുന്നു, ഇയോൺ എന്ന് പറയുന്ന കാറായിരുന്നു. അപ്പോൾ ഞാനത് ഉറപ്പിച്ചു, എനിക്ക് അത് മാതാവ് തന്ന കാറാണ്. അങ്ങനെ ഞാനും വൈഫും കൂടി കാറ് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് വൈഫിൻ്റെ സ്കൂട്ടറിലായിരുന്നു. അതാകുമ്പോൾ രണ്ടുപേരും മാറി മാറി ഓടിക്കാമെന്നുള്ള രീതിയിലായിരുന്നു പോയത്. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഡ്രൈവ് ചെയ്തു. ഈരാറ്റുപേട്ടയിൽ പോയി കാറ് കണ്ട് അഡ്വാൻസ് കൊടുത്ത് തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന് പിറ്റേ ദിവസം കാർഡ് വെച്ച് ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്. കാർഡ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവാണ്, ഇവള് കൺസീവ് ആയത്. അപ്പോൾ അത് ട്രാവലിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ രണ്ടാമത്തെ കുട്ടി പോകേണ്ടതാണ്. അതേപോലത്തെ ഡ്രൈവിങ്ങിലായിരുന്നു ഞങ്ങൾ ഒരു ടൂറ് പോകുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നത്. അത് ശരിക്കും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ആ സംരക്ഷണത്തിൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ കുട്ടിക്ക് ഒരു കുഴപ്പം അന്ന് തുടങ്ങി ഈ നിമിഷം വരെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ഡെലിവറി ടൈമിലായാലും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് കിട്ടി. ഡെലിവറി ടൈമിൽ ഏപ്രിൽ 9-ാം തീയതിയായിരുന്നു ഡെലിവറി, ഓപ്പറേഷനായിരുന്നു. അന്ന് ഓപ്പറേഷനിൽ കയറ്റുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മട്ടാഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പള്ളിയിൽ നിന്ന് ഒരു കെട്ട് പത്രം എനിക്ക് കിട്ടി. ആ കെട്ട് പത്രമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു കെട്ട് പത്രമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് അപ്പോൾ 8:30 ഓപ്പറേഷന് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഒരു കെട്ട് പത്രമില്ല, നീ അത് കൊടുക്കാൻ പോ എന്നും എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. എൻ്റെ വൈഫ് ഓപ്പറേഷന് കയറ്റിയപ്പോൾ ഞാൻ കൃപാസന പത്രമായിട്ട് മട്ടാഞ്ചേരി റോട്ടിൽ ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ പോകുന്നതായിരുന്നു. കൃപാസന പത്രം കൊടുക്കാൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു, സെക്കൻഡ് ലാസ്റ്റ് പത്രം, അവസാനത്തെ പത്രത്തിൻ്റെ മുമ്പത്തെ ടൈമിൽ ഡെലിവറി നടക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അങ്ങനെ പത്രം വേഗം കൊടുക്കാൻ എനിക്ക് തോന്നി. അങ്ങനെ പത്രം മാതാവിനോട് പ്രാർത്ഥിച്ച് വേഗം കൊടുത്തു. സെക്കൻഡ് ലാസ്റ്റ് പത്രം എത്തിയപ്പോഴേക്കും അവസാനത്തെ 2 പത്രം എത്തിയപ്പോഴേക്കും എനിക്കൊരു കോൾ വന്നു.
അപ്പോൾ ഞാൻ ഹെഡ്സെറ്റിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കോൾ വന്നപ്പോഴേക്കും ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കോൾ എടുത്തപ്പോഴേക്കും വേറൊരു ചേച്ചിയാണ് എന്നെ വിളിച്ചത്. ചേച്ചി വിളിച്ചത് ഡെലിവറി എന്തായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പുറത്താണ്, എന്തായെന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓപ്പറേഷൻ കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോള് കട്ടായി. അത് കഴിഞ്ഞ് എൻ്റെ ആ ഒരു പത്രം, 2 പത്രത്തിൽ ഒരു പത്രം ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിന് കൊടുത്തു. ആ കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അടുത്ത കോള് എനിക്ക് വീണ്ടും വന്നു. അത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടനൊരു ഉണ്ണീശോ പിറന്നിട്ടുണ്ട്, ഒരു ആൺകുട്ടി പിറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ സെക്കൻഡ് ലാസ്റ്റ് പത്രത്തിൽ എനിക്ക് ഓപ്പറേഷൻ കഴിയും, നീ ഒരു 2ാമത്തെ കുഞ്ഞിൻ്റെ അച്ഛനാവുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതേപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റ് പത്രത്തിൽ എനിക്ക് ആ അനുഭവം ഉണ്ടായി. ഓപ്പറേഷൻ കഴിഞ്ഞ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:36. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ഒരു അടയാളമായിട്ട് എനിക്ക് തന്നെ വന്ന് 9:36 ലാസ്റ്റത്തെ 6 അത് മാതാവിൻ്റെ നമ്പറാണ്. അപ്പം ഞാൻ ഉറപ്പിച്ച അത് മാതാവിൻ്റെ അനുഗ്രഹത്തിലാണ്. ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കും. അതിനകത്ത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോ കുട്ടികൾക്ക് ഉദരത്തിൽ വെച്ച് തന്നെ ഓരോ പ്രോബ്ലമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോഴും എൻ്റെ വൈഫ് ഡെലിവറി ആയിപ്പോൾ പോസിറ്റീവായ അന്ന് തുടങ്ങി ഞാൻ ടെൻഷനാണ്. ഓരോ ചെക്കപ്പിനും ഞാൻ ഡോക്ടറിനോട് ചോദിക്കും. അപ്പോൾ അന്നേരത്ത് ഓരോ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഞാൻ ഓരോ നമ്പറുകൾ ശ്രദ്ധിക്കും. അതെല്ലാം മാതാവിൻ്റെ നമ്പറുകൾ 7, 8, 6 അതൊക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിസൾട്ടിൽ അതെല്ലാം പോസിറ്റീവാണ്, ഒരു കുഴപ്പമില്ല. ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ. ഡെലിവറി വരെ എത്തി, ഒരു കുഴപ്പമില്ല. അവസാനത്തെ ആ പത്രം, ഹോസ്പിറ്റലിലെ അവസാനത്തെ പത്രം ഞാൻ അത് കൊടുത്തില്ല. ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പത്രം കണ്ടപ്പോൾ, മോനെ ആ പത്രം എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ ആ ചേച്ചിയായി കൊടുത്തു. അങ്ങനെ ഈ നിമിഷം വരെ എൻ്റെ ഇവാൻ എന്നാണ് പേര്. ഈ നിമിഷം വരെ 9 മാസം എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ അവൻ തമ്പോ, അമ്മയെന്ന് വിളിക്കൂല, പക്ഷേ തമ്പോന്ന് വിളിക്കും. തമ്പോന്ന് വിളിക്കും, നന്നായിട്ട് വിളിക്കും. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിലാണ് എനിക്ക് 9 മാസമായിട്ട് ഒരു കുഴപ്പമില്ലാതെ കിട്ടിയ ഈ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോട്, ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മകൾ, ഞാൻ ഒരു ദിവസം പണിക്ക് പോയി വൈകുന്നേരമായപ്പോൾ എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മൂത്ത മകൾ നല്ല കരച്ചിലാണ്, വേദന എന്ന് വെച്ചാൽ മോശം പോകാതെ ഭയങ്കര 2-3 ദിവസമായിട്ടും മോശം പോയിട്ടില്ല. അപ്പോൾ അത് കാരണം പോകാതെ വന്നപ്പോഴേക്കും ഭയങ്കര വേദന വരുന്നു, ഭയങ്കര കരച്ചിലാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു കെട്ട് പത്രം എനിക്ക് കിട്ടിയിരുന്നു. ആ പത്രമായിട്ടാണ് ഞാൻ പണിക്ക് പോയി. വൈകുന്നേരം എനിക്ക് രാവിലെ കൊടുക്കാൻ പറ്റിയില്ല, വൈകിട്ട് വർക്ക് കഴിഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പത്രം കൊണ്ടുപോയി. അന്ന് എനിക്ക് ഒരു ഹൗസ് വാമിങ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ഹൗസ് വാമിങ്ങിന് 6 മണിക്കാണ് ഹൗസ് വാമിങ്. എൻ്റെ 5 മണിക്ക്, ഞാൻ മെയ്സൺ വർക്കാണ്, കൺസ്ട്രക്ഷൻ വർക്കിൽ മെയ്സനാണ്. 5 മണിക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 5:30, 6 മണി, ഒരു അരമണിക്കൂർ എനിക്ക് ഗ്യാപ്പുണ്ട്. ആ ടൈമിൽ ഞാൻ പത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പത്രം കൊടുത്തു. ഒരു 10 മിനിറ്റ് എനിക്ക് ഞാൻ എടുത്തുള്ളൂ. അങ്കമാലി LF ഹോസ്പിറ്റലിൽ ഞാൻ പത്രം കൊടുത്തു. 10 മിനിറ്റ് കൊണ്ട് എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുത്തപ്പോഴേക്കും 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ആ പത്രം കൊടുത്ത് തീർത്ത് എനിക്ക് സുഖമായിട്ട് ആ ഫംഗ്ഷന് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൈഫ് എന്നെ വിളിച്ചത്. ഇന്ന പോലെ കരച്ചിലാണ്, എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വേഗം വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, നീ തിരുനടയിൽ, അവിടെ എൻ്റെ നടയിൽ ഞാൻ ഉപ്പ് വെച്ചിട്ടുണ്ട്, കൃപാസന മാതാവിൻ്റെ ഉപ്പ് വെച്ചിട്ടുണ്ട്. ആ ഉപ്പ് ഞാൻ പറഞ്ഞ് ഉപ്പ് എടുത്ത് ഇത്തിരി വെള്ളത്തിൽ കലക്കി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കൊടുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഒരു കോളും വന്നില്ല. ഞാൻ തിരിച്ച് 7:30 വീട്ടിൽ വന്നപ്പോൾ, 7:30-8 മണിയായി വീട്ടിൽ വന്നപ്പോൾ. അതുവരെ ഞാൻ കോള് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണതാണ്. ഹെഡ്സെറ്റ് ഞാൻ വെച്ചുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടത്. അതിലൊന്നും ഒരു കോളും വന്നില്ല. അപ്പോൾ എന്താണെന്ന് വിചാരിച്ച് ഞാൻ ആകെ ടെൻഷനായിട്ടാണ് ഞാൻ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം ചോദിച്ചത് എൻ്റെ മകൾ അവളെന്ത് എടുക്കണമെന്ന് വെച്ച്. അപ്പോൾ അവൾ ഉറക്കമാണെന്ന് പറഞ്ഞു. ഉറക്കമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. എന്ന് വെച്ചാൽ മാതാവാണ് അവളെ ഉറക്കിയേക്കണത്, മാതാവിൻ്റെ മടിയിലേക്ക് കിടന്നാണ് അവൾ ഉറങ്ങിയേക്കണത് എന്നെനിക്ക് ആശ്വാസമായി. എന്ന് വെച്ചാൽ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഉറക്കം വരും. മാതാവ് ഉറക്കുന്നതാണ്.
അത് വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മാതാവ് ഉറക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ആശ്വാസം എനിക്ക്. ഞാൻ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് എൻ്റെ മകൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഞാൻ പിന്നെ കാണുന്നത് എൻ്റെ മകൾ ചിരിച്ചുകൊണ്ടുള്ളൊരു നല്ലൊരു മുഖമായിട്ട്. ആ 3 ദിവസം എത്തിയിട്ട് പോകാത്ത ആ മോഷൻ അന്ന് ആ ഉപ്പ് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ച് ആ ചിരിച്ച മുഖം കൊണ്ട് പിന്നെ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൽ അതിനും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ കന്നഡ സോങ്ങിൽ കലോത്സവത്തിൽ കന്നഡ സോങ്ങിൽ മലയാളം പോലും ശരിക്കും വശമില്ലാത്ത എൻ്റെ മകൾ കന്നഡ സോങ് അതിൽ A ഗ്രേഡ് മേടിച്ചത്. അത് 3 വിദ്യാർത്ഥികൾ 3 വേറെ വിദ്യാർത്ഥികൾ 3 ഇവൾ പാടാൻ ഏത് പാട്ടോ കന്നഡ പാട്ടിൽ ഏത് പാട്ടാണോ പാടാൻ ഉദ്ദേശിച്ചത് ആ പാട്ട് തന്നെ വേറെ 3 കുട്ടികളും പാടി. അത് എൻ്റെ മകൾ പാടിയതിനേക്കാളും നന്നായിട്ട് തന്നെയാണ് അവരും പാടിയത്. നല്ല പാട്ടായിരുന്നു അവർ പാടിയത്. ആ പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നമുക്ക് പോകാം, ഇവിടെ നിൽക്കണ്ട എന്ന് വെച്ചാൽ നിന്നിട്ട് കാര്യമില്ല. അതേപോലത്തെ പാട്ടായിരുന്നു. ഇവളേക്കാളും നന്ന രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. അങ്ങനെ 3ാമത്തെ പാട്ടും പാടി. ഇവൾ 2ാമത്തായിരുന്നു. ഇവൾ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സോങ് പിന്നത്തെ ആൾ വേറൊരു പെങ്കൊച്ച് ഈ പാട്ട് തന്നെയാണ് പാടിയത്. അപ്പോൾ ആ പാട്ട് പാടി തുടങ്ങിയപ്പോഴേക്ക് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കണ്ട പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ടീച്ചറെ പോയിക്കോട്ടെന്ന് വെച്ചപ്പോൾ ടീച്ചർ പോയിക്കോളാൻ പറഞ്ഞു. റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കന്നഡ പദ്യം ചെല്ലാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ തൈലം ഞാൻ നെറ്റിയിൽ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഉപ്പ് കുറച്ചെടുത്ത് ഇവളുടെ ഡ്രസ്സിൻ്റെ പോക്കലിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ഇറങ്ങി അത് ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്തു. ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു ടീച്ചർ പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ മാതാവിൻ്റെ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ആ വലിയൊരു അനുഗ്രഹത്തിൽ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ മകൾക്ക് A ഗ്രേഡ് കിട്ടി. A ഗ്രേഡ് കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റാണിത്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടാൻ ഞാൻ പത്രം ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ 3 മാസം കൂടുമ്പോൾ പുതുക്കുമ്പോൾ എനിക്ക് 3 കെട്ട് പത്രം കിട്ടും. അതുകൂടാതെ എനിക്ക് ഓരോ പള്ളികളിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ പത്രങ്ങൾ കിട്ടും. ചിലവർക്ക് കൊടുക്കാൻ പറ്റാത്ത പത്രങ്ങൾ വരെ ഞാൻ എൻ്റെ അടുത്ത് തന്നേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് പത്രം മറ്റുള്ളവർക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ എവിടെയാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ആ പത്രം ഞാൻ എൻ്റെ മുമ്പിൽ വെക്കും. ആ ഒരു കെട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് മാതാവിനെ പ്രാർത്ഥിക്കും, എവിടെയാണ് നീ ആഗ്രഹിക്കുന്നത്. മാതാവ് എനിക്ക് കാണിച്ചു തരും ഇന്ന പള്ളി അല്ലെങ്കിൽ ഇന്ന സ്ഥലം, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ പത്രം കൊടുത്തിട്ടാണ് ഞാൻ രാത്രി 8-9 മണിയൊക്കെയാവും വീട്ടിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ. പത്രം കൊടുത്ത് തീർത്തിട്ടേ ഞാൻ തിരിച്ച് വീട്ടിൽ വരാറുള്ളൂ. ഇവിടുന്ന് കിട്ടിയ കൂടുമ്പോൾ തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് ആ തൈലം കൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ആ പത്രത്തിൻ്റെ തൈലം എവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചേക്കുന്നത് അവിടെ വെച്ച് എനിക്കൊരു ലവ് ചിഹ്നമായിട്ടാണ് ഞാൻ കാണപ്പെട്ടത്. ആ തൈലം ആ കുരിശ് വരച്ചത് കുരിശാകൃതിയിലാണ് ഞാൻ വരച്ചത്. പക്ഷേ ഞാൻ അത് പിന്നീട് നോക്കുമ്പോൾ അതൊരു ലവ് ചിഹ്നമായിട്ട് മാറി. അത് മാതാവിൻ്റെ അത് മൊബൈലിൽ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഴുകുതിരിയിൽ മെഴുകുതിരിയിൽ എല്ലാ ദിവസവും ഞാൻ കാണും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ. ഇവരും കണ്ടിട്ടുണ്ട് ഒരുപാട്. പിന്നെ ആദ്യമായിട്ട് എനിക്ക് മാതാവിൻ്റെ മെഴുകുതിരിയിൽ കണ്ടത് മാതാവ് ഒരു 3 പേരെ ചേർത്ത് പിടിക്കുന്ന മെഴുകു ഉരുകിയിട്ട് മാതാവ് ചേർത്ത് പിടിക്കുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ എൻ്റെ മെഴുകുതിരിയിൽ കണ്ടത്. അത് എൻ്റെ വാട്സപ്പിൽ ഇതായിട്ട് ഇട്ടേക്കണം, പ്രൊഫൈലായിട്ട് ഇട്ടുണ്ട് ആ ഫോട്ടോ. ശരിക്കും ഒരു മാതാവ് വന്ന് 3 പേരെ ചേർത്ത് പിടിക്കണത്. അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ്. പിന്നെ മുല്ലപ്പൂ അത് 2-3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നടയിൽ ഒരു സീരിയസായിട്ട് ഞാൻ ഒരു ഭംഗിക്ക് ഞാൻ സീരിയസായിട്ട് ഞാൻ ഇട്ടു നടയിൽ. ആ നടയിൽ സീരിയസായിട്ട് 4 കളറുണ്ട്, ചുമപ്പ്, മഞ്ഞ, നീല, പച്ച. അതിൽ ഞാൻ ഉടമ്പടിയിലാണെങ്കിൽ അതിനകത്ത് പച്ചയും നീലയും മാത്രമേ കത്തുള്ളൂ.
ബാക്കി ചുമപ്പും മഞ്ഞയും സ്റ്റോപ്പാവും, കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ അത് ശ്രദ്ധിക്കുക, ഉടമ്പടി എടുത്ത് ശ്രദ്ധിച്ച് തുടങ്ങിയത്, ശ്രദ്ധിച്ച് കഴിയുമ്പോഴേക്കും എന്താണ് ഇതിൻ്റെ കളർ മാറിയത്, ഇനി വല്ല വയറിൻ്റെ വല്ല പ്രശ്നമാണോ എന്നൊക്കെ ഞാൻ അതറിയാൻ വേണ്ടി അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഒന്നും എനിക്ക് പിടിയിട്ടല്ല. പിന്നെ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ നടയിൽ പച്ചത്തിരിയും നീലത്തിരിയും ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് നടയിൽ. അപ്പോൾ ആ തിരികളിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അതിനകത്ത് തിരികളുടെ കളറാണ് സീരിയസെറ്റിന് വന്നിരിക്കുന്നത്. അത് പച്ചയും നീലയും കളറായിട്ട്. ഞാൻ ഉടമ്പടിയിലല്ലെങ്കിൽ അത് വേറെ മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് ആ ലൈറ്റുകൾ കത്തും. പിന്നെ ഇപ്പോഴും എനിക്ക് പച്ചയും നീലയും ആ കളറ് മാത്രമായിട്ടാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കത്താൻ തുടങ്ങിയത് ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് മാതാവ് പറഞ്ഞു, നീ ഇവിടെ വരണ്ട, നീ കുറച്ച് പേർക്ക് പൊതിച്ചോറ് കൊടുക്കുക എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അയൽവക്കക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സഹകരിച്ച് എനിക്ക് പൊതിച്ചോറ് തന്നു. പൊതിച്ചോറ് ഞാൻ തിരുനടയിൽ, ആ നടയിൽ എൻ്റെ വീടിലെ നടയുടെ താഴെ ഞാൻ പൊതിച്ചോറുകൾ വെച്ച് ഉപ്പിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, മുട്ടുമ്മച്ച് എന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിനകത്ത് തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതിന് നിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ആ പൊതിച്ചോറ് എണ്ണി നോക്കിയപ്പോൾ 27 എന്നാണ് എനിക്ക്, ആ 27 പൊതിച്ചോറ് എനിക്ക് കിട്ടി. ആ 27 എന്ന് പറഞ്ഞാൽ 7 മാതാവിൻ്റെ നമ്പറാണ്. അന്നത്തെ ദിവസത്തിൻ്റെ ഡേറ്റ് 7-ാം തീയതിയായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ ആ പ്രസൻസ് കിട്ടി. ആ പൊതിച്ചോറ് ഞാൻ 2 കിറ്റുകളിലാക്കി. ആ സമയത്തൊക്കെ 4 കളർ കത്തുണ്ടായിരുന്നു, സീരിയസെറ്റിൽ 4 കളറും കത്തുണ്ടായിരുന്നു ആ സമയത്ത്. അന്നേരത്ത് ഞാൻ ഇത്തിരി ഉഴപ്പി, അത് ആ സീരിയസെറ്റിൽ ശരിക്കും അറിയാൻ പറ്റി. എന്ന് വെച്ചാൽ 4 കളറും നന്നായിട്ട് കത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പൊതിച്ചോറ് കൊടുക്കാൻ നേരത്തെ അത് മാറും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പൊതിച്ചോറ് 2 കിറ്റിലാക്കി എൻ്റെ വീടിൻ്റെ കട്ടിളപ്പടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സീരിയസെറ്റിൽ 2 ലൈറ്റും സ്റ്റോപ്പായി, പച്ചയും നീലയും മാത്രമേ ഇപ്പോൾ കത്തുന്നുള്ളൂ. അത് ഞാൻ ഇവിടെ കാണിച്ചായിരുന്നു ആ വീഡിയോ. അത് ഇതുവരെ ഞാൻ സാക്ഷ്യത്തിലൊന്നും കേട്ടിട്ടില്ല. സീരിയസെറ്റുകളിൽ അല്ലെങ്കിൽ ഒരു ലൈറ്റിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രസൻസ് ഒന്നും ഉണ്ടായത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സാക്ഷ്യങ്ങൾ കേൾക്കുന്ന, ജോലിക്ക് പോകുമ്പോൾ ഹെഡ്സെറ്റിൽ ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടുകൊണ്ടാണ് ഞാൻ ജോലി സ്ഥലം വരെ പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേട്ടെങ്കിൽ, ഒരു ദിവസം സാക്ഷ്യം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതുപോലെ ഒരു ദിവസം എത്ര എണ്ണോ ആണെന്നോ ഞാൻ എണ്ണി നോക്കിയാറില്ല. അതുപോലെ തന്നെ പത്രങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളും എനിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പത്രങ്ങൾ എത്ര എണ്ണോ ഇതുവരെ എനിക്ക് അറിയില്ല എത്ര പത്രങ്ങളുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഞാൻ എണ്ണി നോക്കിയാറില്ല. എണ്ണി നോക്കി നമ്മൾ പത്രം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തരുന്ന ആ പത്രങ്ങൾ അത് എത്ര എണ്ണമാണോ, ഞാൻ ഇനി 2 കൂടി ഉള്ളല്ലോ, അന്ന് അവസാനം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ എനിക്ക് മനസ്സിലാവില്ല എത്ര എണ്ണം ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. അത് ഓട്ടോ സ്റ്റാൻഡുകളിൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ആശുപത്രി രോഗികളെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചോറും പാത്രങ്ങളും കരിപ്പാത്രങ്ങളൊക്കെ വെക്കുന്നത് ഈ കൃപാസന പത്രത്തിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ഗവൺമെൻറ് ആശുപത്രി പത്രം കൊടുക്കാൻ പോകാറില്ല. അത് പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ തുടക്കാൻ ഉപയോഗിക്കുന്നത്, ഒരു ചോറും പറ്റി കറിയൊക്കെ താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ തുടക്കാൻ ഉപയോഗിക്കുന്നത് ആ പത്രം വെച്ചാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. അത് ഞാൻ പറഞ്ഞ്, ചേച്ചി ആ പത്രം, ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയാനില്ല, ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ പത്രം അവിടെ വെറുതെ അട്ടിയിട്ട് വെച്ചങ്ങനെയാണ്. 2018 തുടങ്ങിയുള്ള പത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ പത്രം ആ ചേച്ചി എന്താവശ്യത്തിന് ഒരു മരുന്നിൻ്റെ ട്രേ ആണ്, എന്താവശ്യത്തിന് തുറന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ 2018 തുടങ്ങിയുള്ള പത്രങ്ങൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആ പത്രങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ആ പത്രങ്ങളെടുത്ത് ഞാൻ ഓരോ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ അത് എത്തിച്ചു. അങ്ങനെ പ്രേക്ഷക പ്രവർത്തനങ്ങൾ, പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് ആരാന്നൊന്നും നോക്കുന്നില്ല. എന്ന് വെച്ചാൽ രാവിലെ ഞാൻ പണിക്ക് പോകുമ്പോൾ ആരെങ്കിലും എൻ്റെ മുമ്പിൽ കൈനീട്ടുകയാണെങ്കിൽ, ഒരു ലിഫ്റ്റായിട്ടാണെങ്കിലും പോലും ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റി അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചിട്ടേ ഞാൻ ജോലിക്ക് പോകാറുള്ളൂ. അതുപോലെ തന്നെ പിന്നെ 3 അനാഥാലയങ്ങളുണ്ട്. ഒരു 2 വൃദ്ധമതിലും ഒരു സുഖമില്ലാത്ത താമസിക്കുന്ന കുറച്ച് ആൺപിള്ളേർ താമസിക്കുന്ന ഒരു
ഒരു സ്ഥലമുണ്ട്, 10-20 പേര്. അവിടെ ഞാൻ വൈകിട്ട് ചായക്ക് വേണ്ടി അവർക്ക് കൊടുക്കാറുണ്ട്. ഓരോ മാസത്തിൽ 3 സ്ഥലത്തും ഞാൻ ഒരുമിച്ച് ചെയ്യാറുണ്ട്. അവർക്ക് ചായക്കുള്ള ഒരു വക ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. അവരായിട്ട് കുറേ നേരം സംസാരിക്കാറുണ്ട്. അവരെല്ലാവരും ഞാൻ ചെല്ലുന്നത് നോക്കിയിരിക്കും. എന്നെ കണ്ട അപ്പം തന്നെ അവർ ഭയങ്കര സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കും. എൻ്റെ വണ്ടി പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ ഗേറ്റ് തുറന്ന് തരും. എനിക്ക് അത്രയും സ്നേഹത്തോടെ എനിക്ക് ഭയങ്കര സ്നേഹം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഉപവാസം എടുക്കുന്നത്, ആഴ്ചയിൽ ഞാൻ 2 ദിവസം ഉപവസിക്കും. അതും ബുധനാഴ്ചയും ശനിയാഴ്ചയും മാതാവിൻ്റെ ദിവസം. അന്നേരത്തെ ഞാൻ 11 മണി തുടങ്ങി 3 മണി വരെ ഉപവാസം ആയിരിക്കുള്ളൂ. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല മാതാവിന് വേണ്ടി. ആ ദിവസം 2 ദിവസം 3 പേർക്ക് ഞാൻ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടാണ് അന്നത്തെ ദിവസം. ഇന്ന് ഞാൻ ബുധനാഴ്ച, ഇന്ന് ഞാൻ ഉപവാസത്തിലാണ്. എന്ന് വെച്ചാൽ 3 പേർക്ക് രാവിലെ ഭക്ഷണം മേടിച്ച് കൊടുത്ത്, രാവിലത്തെ പ്രഭാത ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ ശനിയാഴ്ചയും അതുപോലെ കാരുണ്യപ്രവർത്തനം ഞാൻ എൻ്റെ ഒരു ഇതിന് ഞാൻ എടുത്ത് പറയുന്നതല്ല. ഞാൻ ഇവിടെ കാരുണ്യപ്രവർത്തകർ ചെയ്യുന്നത് പറയണം എന്നുള്ള ആ രീതിയിൽ ചെയ്യാം, മറ്റുള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാതെ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ പറഞ്ഞതല്ല. ഞാൻ ഇന്നത് ചെയ്തു, ഒരു ഇടത്ത കൈ ചെയ്യുന്നത് വലത്തെ കൈ അറിയരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും ഞാൻ പറയുന്നതാണ്, ഞാൻ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എൻ്റെ ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് ഞാൻ അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഉപവസിക്കുന്നത്. ഞായറാഴ്ച ദിവസം രാവിലെ പള്ളിയിൽ പോയി വന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കാനോ എടുക്കാനോ. എൻ്റെ വീടിൻ്റെ അടുത്ത് 2 രോഗികളുണ്ട്. ഒരു ക്യാൻസർ രോഗിയുമുണ്ട്, ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരു അമ്മയുണ്ട്. അവരെ ചെന്ന് കണ്ട് അവരായിട്ട് സംസാരിച്ച്, ആ കണ്ണിൽ തൈലം വെച്ച് പ്രാർത്ഥിച്ച്, അവരായിട്ട് കുറച്ച് നേരം നിന്ന് വർത്താനം പറഞ്ഞ്, പിന്നെ ക്യാൻസർ ഒരു അമ്മയുണ്ട്, ആ അമ്മയായിട്ട് സംസാരിച്ച് സുഖമാണ് എന്ന എല്ലാ കാര്യവിശേഷങ്ങളും ചോദിച്ച്, അതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറ്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഞായറാഴ്ച ദിവസമാണ് ഞാൻ പള്ളിയിൽ പോകാറ്. ആകെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. എനിക്ക് എൻ്റെ ഇടവകയിൽ രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വർക്ക് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് കുർബാന കൂടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അതും പറ്റിയില്ലെങ്കിൽ ഞാൻ യൂട്യൂബിലെങ്കിലും കുർബാന കണ്ടിട്ട് ഞാൻ അന്നത്തെ ദിവസം. എനിക്ക് കുർബാന കൂടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതുപോലെ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ 2 ആഴ്ച കൂടും, അതിനുള്ളിലെങ്കിലും ഞാൻ കുമ്പസാരിച്ചിരിക്കും. 2 ആഴ്ച ആകില്ല, അതിന് മുമ്പ് തന്നെ ഞാൻ കുമ്പസാരിച്ചിരിക്കും. എൻ്റെ പള്ളിയിൽ എല്ലാ ദിവസവും കുമ്പസാരമുണ്ട്. അത് കാരണം എനിക്ക് കുമ്പസാരിക്കാൻ ഒട്ടും മടിയില്ല. ആ കുമ്പസാരിക്കാൻ ആ സിറ്റുവേഷനാണെങ്കിൽ ഞാൻ കുമ്പസാരിച്ചിരിക്കും. ഇത്രയും നല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയുണ്ട് പറയാൻ. സമയപരിധിയും അതുപോലെ തന്നെ ഓർമ്മയിലും നിൽക്കുന്നില്ല. ഒരുപാടുണ്ട് പറയാൻ. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈശോയിൽ നിന്ന് നമ്മുടെ മാതാവ് മേടിച്ച് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞോളൂ. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും അത് മുട്ടുമ്പിൽ നിന്ന് ഞാൻ കൂടും. ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് കൂടി രാവിലെ 3:50 ഞാൻ എഴുന്നേറ്റ് ഒരു ജപമാല ചൊല്ലി കഴിയുമ്പോഴേക്കും ഡെയിലി ബ്രെഡിനുള്ള സമയമാവും. ആ ഡെയിലി ബ്രെഡ് കൂടി അത് കഴിയുമ്പോഴേക്കും 6 മണിയാവും. അവന് 5:50 ആവും. 5:50 ആയി കഴിയുമ്പോൾ എനിക്ക് 6 മണിക്കത് കുർബാനയ്ക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ കുർബാനയ്ക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ 3:50 എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാതാവ്, ആദ്യം ഞാൻ 5 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്ന അലാറം വെച്ച്, അത് കഴിഞ്ഞ് മാതാവ് കുറച്ചും കൂടി സമയം കൂട്ടി തന്ന്, നിനക്കൊരു ജപമാല ചെല്ലാൻ ടൈമുണ്ടല്ലോ, അതിനും കൂടി നീ സമയം കണ്ടെത്ത് എന്നും പറഞ്ഞപ്പോഴേക്കും ഞാൻ 3:50 പോയി. ഇപ്പം 3:50 ഞാൻ അലാറം വെച്ച് എഴുന്നേക്കും. ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ മാതാവിനെ എഴുന്നേൽപ്പിക്കും. ആ ടൈമിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേക്കും. അങ്ങനെ മാതാവിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനി പറയാൻ എന്തൊക്കെ ഉണ്ട് ഞാൻ ഓർക്കണില്ല. എന്നാലും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന മാതാവിന് ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇവിടെ നിന്നും പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഇതുപോലെ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ നിന്ന് ഓരോ മക്കളും സാക്ഷ്യപ്പെടുത്തണമെന്ന് മാതാവിനോട് ഞാൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ നിർത്തുന്നു.